എന്താ രസം. പക്ഷെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളോട് ഒരു വീഡിയോ എടുക്കണ്ടായിരുന്നു. ഒരു വട്ടമേ അങ്ങനൊക്കെ കാര്യങ്ങൾ പറയാൻ വായന വരുത്തുള്ളൂ അല്ലേ. അതായത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരാൾ ഫുഡ് മേടിച്ച് തന്നാലോ പിന്നെ പൈസ കടം കൊടുത്തിട്ട് തിരിച്ചു തരുവാന്നേലോ എന്താ നേരത്തെ എങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഇപ്പം ഞാനൊരാൾക്ക് പുള്ളി എനിക്ക് ഫുഡ് മേടിച്ചത്, അപ്പം സാലറി കിട്ടുമ്പോഴേ ഞാൻ പൈസ കൊടുക്കത്തുള്ളൂ. പക്ഷെ പുള്ളി എൻ്റെ അടുത്ത് പൈസ ചോദിക്കത്തേ ഇല്ല. അഥവാ നമ്മൾ തിരിച്ചു കൊടുക്കാൻ ചെല്ലുമ്പോൾ അവർ പറയും വേണ്ട വേണ്ട. പക്ഷേ അങ്ങനല്ലല്ലോ അതിൻ്റെ മര്യാദ. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പോലും ആരും ഒന്നും വിചാരിക്കാൻ പാടില്ല, മനസ്സിലായോ? അത് വിചാരിക്കുന്നതിന് മുമ്പ് എന്താണ്, നമ്മൾ ചോദിച്ച പൈസ അല്ലെ നമ്മൾ കാരണം അയാൾക്ക് ചിലവായ പൈസ തിരിച്ചു കൊടുക്കണം. കാരണം എന്താണ്, നമ്മളും ജോലി ചെയ്താണ് പൈസ സെറ്റ് ചെയ്യുന്നത്, അവരും അതേപോലെ ജോലി ചെയ്താണ് പൈസ സെറ്റ് ചെയ്യുന്നത്. അപ്പം അഥവാ നമ്മൾ മരിച്ചു പോകാണെങ്കിൽ തന്നെ ഒരുത്തനും വിചാരിക്കാൻ പാടില്ല അവൻ എനിക്ക് ഇത്ര രൂപ തരാനുണ്ടായിരുന്നു എന്ന്. മനസ്സിലായോ? ഇപ്പോൾ കുറേ പേര് അങ്ങനല്ല, ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് മറ്റേ ചില മുതലാളിമാർ പൈസ ഒന്നും പണിയെടുത്താൽ പൈസ പോലും കൊടുക്കാനെ കൊണ്ട് ഭയങ്കര മടിയാണ്. ഇമാരുടെയൊക്കെ പുറയിൽ ചോദിച്ച് നടക്കണം. എന്തായാലും അറിയണോ, ചിക്കന്, മീന്, പാല് അടിക്കുക, ഉറങ്ങുക, പിന്നെ ഇതേപോലെ കൊടുക്കുന്ന കൈക്ക് കടിക്കുക. വേദനിപ്പിച്ച് കടിച്ചാണ്ടല്ലോ ഒരൊറ്റ ഞെക്കിന് മുട്ട പൊട്ടിക്കുന്നതിൽ ബുൾസ് അടിക്കും. കയ്യോറോ മോളെ, ശരിയേട്ടാ പോയോ? ഇനി ബാങ്ക് അക്കൗണ്ട് ഇടണം. നമ്മൾ കിടിലം വേൾഡ് വൈഡ് സിനിമ സെറ്റ് ചെയ്യും ഗൈസ്. അത് മെനഞ്ഞാന്ന് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ അത് ഇന്ന് ലീവായിരുന്നു. രാവിലെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് വീഡിയോയുടെ കണ്ടൻറ് ഇതായിരുന്നു. എനിക്ക് വേറൊരു മൊബൈലുണ്ട്, അതിനകത്ത് നേരെ എടുക്കുക, പൃഥ്വിരാജിൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുക, അതിനകത്ത് ഇതേപോലെ മെസ്സേജ് അയക്കുക, ചേട്ടാ എനിക്കൊരു മൂവി ചെയ്യണം വേൾഡ് വൈഡ്, താല്പര്യം കിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാനായിരുന്നു പ്ലാൻ. പിന്നെ കിടന്നൊന്ന് ആലോചിച്ചപ്പം അതങ്ങ് പോയി കേട്ടോ, ആ മൂടങ്ങ് പോയി. പക്ഷെ നമ്മൾ സാധനം സെറ്റ് ചെയ്തിട്ട് KGF അതേപോലെ ലൂസിഫർ ഇങ്ങനെ അങ്ങനെയുള്ള ചെറിയ അത് ചെറിയതല്ല, അത് വലിയ സിനിമയാണ്. പക്ഷേ അതിനോടൊന്നും കോപ്പിയടിയില്ല. അതിൻ്റെ അപ്പുറത്തെ കിടിലൻ സാധനം. അതായത് ഇംഗ്ലീഷ് സിനിമയൊക്കെ നമ്മൾ ഒരു ചവറ് വില അതൊന്നും അല്ല, ഇതെല്ലാം കിടിലൻ സാധനമായിരിക്കും. നിങ്ങളൊക്കെ ഞെട്ടും. ഓക്കെ, കുറേ കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ മടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനധികം ഇങ്ങനെ കണ്ണാടി നോക്കത്തൊന്നുമില്ല. അതാണ് സംഭവം. ഈ കണ്ണാടി നോക്കി ഇപ്പം തന്നെ മൊബൈലിൻ്റെ ക്യാമറ തിരിച്ചു വെച്ചാണ് സംസാരിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് എന്താ പറയുക, ആത്മാവിനെ കാണും. ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യത്തില്ല. അതേപോലെ ജസ്റ്റ് ഓടിച്ചൊന്ന് വിട്ട് നോക്കും. പിന്നെ അധികം എഡിറ്റ് ചെയ്യാനോ ഇതാക്കാൻ നിൽക്കത്തില്ല. ഫ്രണ്ട് ക്യാമറ സെൽഫി വീഡിയോ വെച്ചിട്ട് വീഡിയോ എടുക്കത്തില്ല. ഞാനിങ്ങനെ കുറേ നേരം കണ്ണാടി നോക്കിയോ അതേപോലെ വീഡിയോ നോക്കി കഴിയുമ്പോൾ പെട്ടെന്ന് വല്ലാണ്ട് വരും. പിന്നെ കുറേ ആൾക്കാർ കൂടി ഇരിക്കുമ്പോൾ കുറേ അല്ല, അത്ര അറിയാവുന്ന ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ എടുക്കൂ. മറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ എടുക്കാനെ കൊണ്ട് ഭയങ്കര പാടാണ്. കുറേ കാര്യങ്ങൾ പറയാൻ ചില മറന്നുപോയി. ഓക്കെ ഗൈസ്, ബാക്ക് ക്യാമറയിൽ കൂടെ എടുക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ക്ലാരിറ്റിയും കൂടെ ഉണ്ട്. ഈ വീഡിയോ റെക്കോർഡായോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല, ഇങ്ങനെ അങ്ങനെ സംസാരിക്കുകയാണ്.